അങ്ങ് പറഞ്ഞത് ഭാർഗവരാമൻ സൃഷ്ടിച്ച 18 ശാസ്താക്ഷേത്രങ്ങളൊന്നായിരിക്കണമെന്നില്ല ശബരിമലയിലേത്. ആ കഥ ഇപ്പോഴും സങ്കോചത്തോടുകൂടി മാത്രം സമീപിക്കേണ്ട കഥയാണ്. അയ്യപ്പനെന്ന് പറയുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു രാജദാസൻ മാത്രമാണ് എന്നെല്ലാമാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. ശരിയാണ്. പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഈ ശാസ്താവെന്ന് പറയുന്നത് ബുദ്ധന്റെ പര്യായമെന്നാണെന്ന് ഞാൻ പറഞ്ഞത്. ശ്രീ ബുദ്ധന്റെ പര്യായമായ ബുദ്ധൻ എന്നുള്ളതിൻ്റെ ഒരു പേരാണ് ശാസ്താവ്. അത് അമരകോശത്തിൽ പറയുന്നുണ്ട്. മുനീന്ദ്ര, ശ്രീഹന, ശാസ്ത്ര, ശ്രീ ശാക്യ എന്ന് ബുദ്ധന്റെ പര്യായം പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ശാസ്താവ് എന്ന് പറയുന്നത് ബുദ്ധനാണ്. ആ ശാസ്താക്ഷേത്രങ്ങൾ എല്ലാം തന്നെ ബുദ്ധക്ഷേത്രങ്ങളായിരുന്നു ഒരു കാലം. ആ ബുദ്ധക്ഷേത്രങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ അനുയായികൾ, ഉപാസകർ, ക്ഷേത്ര ഉടമസ്ഥന്മാർ, ഇവർ പിന്നീടൊരിക്കൽ ഈ ബുദ്ധമതത്തിൻ്റെ ക്ഷയിച്ച കാലത്ത് ആ ആളുകൾ ഹിന്ദുമതം സ്വീകരിക്കുകയും തങ്ങളും തങ്ങളുടെ ദേവനും ശാസ്താവുമെല്ലാം ഹിന്ദു ദേവന്മാരായി, ഹിന്ദുക്കളും തങ്ങളുടെ ഹിന്ദു ദേവന്മാരുമായി മാറുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവരുടെ ശാസ്താവിനെയും ഹിന്ദു ദേവന്മാരാക്കി മാറ്റി. അതുകൊണ്ടാണ്. എന്നാൽ അന്ന് ഹിന്ദുക്കൾ ഇവരെ സ്വീകരിച്ചെങ്കിലും ഇവരെയും ഈ ബൗദ്ധന്മാരെയും ഹിന്ദുക്കളായി സ്വീകരിച്ചിരുന്നു എങ്കിലും അവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ലയിപ്പിച്ചിരുന്നില്ല. അവരുടെ ദേവനായ ശാസ്താവിനെ, ബുദ്ധനെയും പൂർണ്ണമായി ഇവർ ഉൾക്കൊണ്ടിരുന്നില്ല. എങ്കിലും അവരെ അകത്തി കളയാതിരിക്കുവാൻ വേണ്ടി ഹിന്ദു ക്ഷേത്രങ്ങളിൽ നാലമ്പലത്തിനു പുറത്ത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവിനെ പ്രതിഷ്ഠിക്കുവാനും ശാസ്താവിനെ ഉപാസിച്ചിരുന്ന ആളുകൾക്ക് അവിടെ വന്ന് ശാസ്താവിനെ ഉപാസിക്കുവാനുമുള്ള അവസരമുണ്ടായി. അങ്ങനെയാണ് ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ശാസ്താവിൻ്റെ ക്ഷേത്രമുള്ളത്. അവിടെ വന്ന് ആളുകൾ ധാരാളം ഉപാസിക്കുന്നത്. അപൂർവം ചില സ്ഥലങ്ങളിൽ മതിൽക്കെട്ടിന് പുറത്ത് പോലും ശാസ്താക്ഷേത്രങ്ങളുണ്ട്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് പുറത്താണ് ശാസ്താവിൻ്റെ ക്ഷേത്രം. ധാരാളം ക്ഷേത്രങ്ങളിലെല്ലാം മതിൽക്കെട്ടിന് അകത്താണ്, ഗോപുരത്തിനകത്താണ്. വേണ്ടത്ര മാന്യത ഇല്ലാത്ത ഒരു ഹിന്ദു ദൈവമാണ് ശാസ്താവ് എന്ന് ഒരു കാലഘട്ടത്തിൽ. അത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ബൗദ്ധ ദേവനായിരുന്നു. ആ ബൗദ്ധദേവനെ ബൗദ്ധന്മാരെ ഹിന്ദുമതത്തിലേക്ക് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ബൗദ്ധദേവനെയും സ്വീകരിക്കും. അത് ചരിത്രപരമായ കാര്യമാണ്. അതിന് ഈ ആദിശങ്കരന്റെ പ്രവർത്തനങ്ങൾ അതുമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പന്തളം രാജാവിൻ്റെ രാജ്യത്ത്, പത്മതളപുരം എന്ന് പറയുന്ന ആ രാജ്യത്ത് ഈ ഹിന്ദുമതത്തിന് സ്വാധീനം വരാനായിട്ട് അക്കാലത്ത് എന്തെങ്കിലും കാരണമുണ്ടോ? പന്തളം രാജാവ് വെള്ളാള വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നും അങ്ങനെ മണികണ്ഠൻ എന്ന അയ്യപ്പൻ വെള്ളാളനാണെന്നും തമിഴ്നാട്ടിലെ വെള്ളാളർ എന്ന് പറയുന്ന വിഭാഗം പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വെള്ളാളൻ അയ്യപ്പ സ്വാമിയെ എന്നാണ് വിളിക്കുന്നത്. വെള്ളാളർ ബുദ്ധമതക്കാരായിരുന്നോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും അക്കാലത്തെ പഴയ കാലത്തെ ഈ ജനാബലി ഹിന്ദുക്കളായിരുന്നിരിക്കാൻ സാധ്യത കുറവാണ്. ദ്രാവിഡരായിരുന്നിരിക്കാം. ദ്രാവിഡന്മാർക്ക് ഇന്നത്തെ ഹിന്ദുത്വമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് സംശയമുണ്ട്. അതുകൊണ്ട് മണികണ്ഠനും അയ്യപ്പനും രണ്ടുപേരാണ്.
ഇതിൽ ഒരു കാര്യം പ്രധാനമാണ്. ഈ വെള്ളാളൻ എന്ന് പറയുന്ന ഒരു സംഗതി, അത് തമിഴിലെ പല പഴയ രേഖകളും അല്ലെങ്കിൽ ഈ വംശാവലിയുടെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ അഗസ്ത്യന്റെ ജാതി പറയുന്നത് അഗസ്ത്യ മഹർഷി വെള്ളാളനാണെന്ന് അഗസ്ത്യ മഹർഷി. തെക്കൻ പ്രദേശങ്ങളിൽ, കേരളത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലുള്ള വെള്ളാളൻ എന്ന് പറയുന്ന ആ ജാതി, അവര് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ, അല്പവും കൂടെ വടക്കോട്ട് നീങ്ങുമ്പോൾ നായർ എന്ന ജാതിയുമായി ഏകദേശം തുല്യത പുലർത്തുന്ന ആളുകളായിരുന്നു വെള്ളാളർ. അപ്പൊ വെള്ളാളർ എന്ന് തമിഴ് പറയുന്നത്, നായർ എന്ന് മലയാളികൾ പറയുന്നത് ഏകദേശം തുല്യതയുള്ള ജാതികളാണ്. അങ്ങ് പറഞ്ഞ അവസാനമായിട്ട് വരുന്നത് ശബരിമലയിലെ അയ്യപ്പൻ ഒരു നായരായിരുന്നു എന്നാണോ? ശബരിമലയിലെ അയ്യപ്പൻ നായരായിരുന്നു എന്നുള്ളതല്ല, ഞാൻ അഗസ്ത്യനെ മുതൽ തുടങ്ങുവാണല്ലോ. ചരിത്രത്തിൽ പഠിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ കാണുന്നു. അയ്യപ്പൻ എന്ന് പറയുന്ന ആള് ജനിച്ചത്, ഭഗവാന് ഏത് ജാതിയിലും ജനിക്കാമല്ലോ, അവതരിക്കാമല്ലോ. അത് എന്തുകൊണ്ട് ഭഗവാന് നായർ ജാതിയിൽ അയ്യപ്പൻ അയ്യപ്പനായിട്ട് ജനിച്ചുകൂടാ? അതൊന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല, ഏത് ജാതിയിലും ജനിക്കാം. അപ്പോൾ വെള്ളാളർ എന്ന് താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയുന്നു, ആ അഗസ്ത്യർ മുതൽ വെള്ളാളരാണെന്നാണ് തമിഴ് ശാസ്ത്രം പറയുന്നത്.